സ്മൃതി പരുത്തിക്കാട്. ഇങ്ങനെ ഒരു സമരം തീർക്കാനായിട്ട് ഒരു മെസ്സേജ് ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കാമോ എന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പൊ ജോൺ ബ്രിട്ടാസ് അതിനകത്ത് മധ്യസ്ഥനാണ് എന്ന് ഞാൻ പറയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മോളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയോട് ഞാൻ പറഞ്ഞിങ്ങനെ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞത് ജോൺ ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊന്ന് പറയാമോ എന്ന് എന്നോട് ചോദിച്ചു. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി. തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചർച്ച നടന്നത്. നമസ്കാരം. കേരളം കണ്ട വലിയ രാഷ്ട്രീയ സമരം അവസാനിച്ചത് എങ്ങനെയാണ്? സമരം അവസാനിപ്പിക്കാൻ നീക്കം നടത്തിയത് CPM ആണെന്ന് ജോൺ ബ്രിട്ടാസ് ആണ് അതിന് നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയമാണ്. തന്നെ വിളിച്ചത് ബ്രിട്ടാസ് എന്ന മുണ്ടക്കയം പറയുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നിഷേധിക്കുന്നില്ല ബ്രിട്ടാസ്. ജോൺ മുണ്ടക്കയത്തെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമാണ് വാദം. എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ എത്തിച്ചുള്ള വലിയ സമരം പെട്ടെന്ന് നിർത്തിയതിലെ ഒത്തുകളികൾ ഇതിനു മുൻപ് പറഞ്ഞത് CPI നേതാവ് C. ദിവാകരനാണ്. TP കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നു സമരം അവസാനിപ്പിച്ചത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. രാഷ്ട്രീയത്തിന്റെ ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്ന മുന്നണികൾ തമ്മിൽ നടന്ന ഒത്തുകളിയിൽ വിഡ്ഢികളായത് അണികളും. സോളാർ ഒരുമിച്ച് കെടുത്തിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി രാജു P. നായർ, മാധ്യമപ്രവർത്തകൻ A. സജീവൻ, മാധ്യമപ്രവർത്തകൻ തന്നെയായ ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ കോൺഗ്രസ് അനുഭാവിയുമായ N. ശ്രീകുമാർ എന്നിവരുണ്ട്. ജോൺ മുണ്ടക്കയം അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചയിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. രാജു P. നായർ, ഇന്നിപ്പോൾ ജോൺ മുണ്ടക്കയത്തിൻ്റെ പുസ്തകത്തിൻ്റെ കണ്ണശയാണ് ഇപ്പോൾ മലയാളം വാരികയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പ്രത്യേക ഭാഗമാണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ വിവാദമായ ഭാഗത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാണ്? തിരുവഞ്ചൂരിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു. അല്ല സ്മൃതി, അതിനു മുമ്പായിട്ട് ഈ ചർച്ചയിൽ ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടത് CPM ആണ്. റിപ്പോർട്ടർ ചാനൽ CPMന്റെ പ്രതിനിധിയെ വിളിക്കാതെ ഈ ചർച്ച നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? CPM പ്രതിനിധിയെ അയച്ചിട്ടില്ല. അയച്ചിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ? എന്താ സംശയം? ശരി, അപ്പൊ അതാണ്. അപ്പൊ സ്മൃതി അത് ആദ്യം പറയണമായിരുന്നു. കാരണം CPM പ്രതിനിധിയെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അവർ CPM പ്രതിനിധിയെ അയച്ചിട്ടില്ല എന്ന് പറയണമായിരുന്നു. ഈ കള്ളത്തരം ഉള്ളിടത്ത് ഇങ്ങനെ ഒളിച്ചു നടക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾക്ക് കള്ളത്തരമില്ലാത്തതുകൊണ്ട്, സത്യത്തിന്റെ കരുത്തുള്ളത് കൊണ്ട് ഈ കേസിന്റെ തുടക്കം മുതൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് ഇതിൽ എന്ത് അന്വേഷണവും നടക്കട്ടെ, എന്ത് വിമർശനത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ CPM ആദ്യം മുതൽ ഇതിനകത്തെടുത്തത് കള്ളക്കളിയാണ്. ഇന്ന് ആ കള്ളക്കളി ഈ ചാനൽ ചർച്ചയിലും വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോടോ അതിൻ്റെ അണികളോടോ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഏറ്റവും വലിയ ഒരു ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ CPMന്റെ അണികളെ മുഴുവൻ ബസ് അയച്ച് അവിടെ നിന്ന് വരുത്തി ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളയുന്നു, സ്തംഭിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അവിടെ എത്തിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് പോലും, ഇപ്പോൾ C. ദിവാകരന് പറഞ്ഞു, അത് പിന്നീടാണ് പറഞ്ഞത്, തോമസ് ഐസക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞില്ലല്ലോ ഈ സമരം പിൻവലിച്ച കാര്യം. അങ്ങനെ തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ പോലും ഇരുട്ടിൽ നിർത്തി ഇത്തരത്തിൽ ഒരു സമവായം ഉണ്ടാക്കി ആ സമരം അവസാനിപ്പിച്ച ആ അണികളെ വഞ്ചിച്ച പാർട്ടി നേതൃത്വത്തിന് ഒരു ചർച്ചയിൽ വന്നിരുന്നത് ഞങ്ങൾ ഇന്നതാണ് ചെയ്തത്, ഈ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ലാത്ത ഭീരുക്കളായി മാറിയില്ലേ? ഈ ഭീരുത്വം അല്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി? CPMന്റെ നിലപാട് ശ്രീ ഹസ്കർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഹസ്കർ പറയും, അല്ല ഒത്തുതീർപ്പിന്റെ അപ്പുറത്ത് അന്ന് ഭരിച്ചിരുന്നത് UDF ആണ്. ഞാനൊന്ന് ചോദ്യം പൂർത്തിയാക്കട്ടെ.
UDF ആണ് ഭരിച്ചിരുന്നത്. ഉമ്മൻചാണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ ഒത്തുതീർക്കുക എന്നുള്ളത് സർക്കാരിനെതിരായ ഒരു സമരം ഒത്തുതീർക്കുന്നെങ്കിൽ ഒത്തുതീർക്കട്ടെ എന്നുള്ളത് സ്വാഭാവികമായും സർക്കാരിന്റെ നിലപാടാകും. പക്ഷെ അതിന് എന്ത് വില കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഈ സി ദിവാകരന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ TP കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിലാണോ ഈ കാര്യങ്ങൾ പരിഹരിച്ചത്, ഈ സമരം പരിഹരിച്ചത് എന്നൊരു ചോദ്യം കൂടി അന്ന് ഉയർന്നിരുന്നു. അപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ ജോൺ മുണ്ടക്കയമായാലും ജോൺ ബ്രിട്ടാസ് ആയാലും അന്ന് സി ദിവാകരനായാലും പറയുന്ന കാര്യങ്ങളിലൊക്കെ തിരുവഞ്ചൂർ എന്ന നേതാവുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, ഹലോ, ശ്രീ രാജു പി നായർ കേൾക്കാം, പറഞ്ഞോളൂ. ശരി 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 ഞാൻ പറയുന്നത്, ഈ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്നുള്ളത് പുറത്തു വന്നിരുന്ന വാർത്തയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു സർക്കാരിനെതിരെ സമരം നടത്തിയാൽ ആ സമരക്കാര് അതിനകത്തൊരു സമവായത്തിന് തയ്യാറായാൽ ഞങ്ങൾ ആ സമയം വേണ്ട, പകരം നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സമരം ചെയ്യൂ എന്ന് ഏതെങ്കിലും സർക്കാർ പറയുമോ? സർക്കാരിന് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം നടത്തുന്ന ഒരു സമരം ഒത്തുതീർപ്പിലെത്തിക്കുക, അല്ലെങ്കിൽ ആ സമരം പിൻവലിപ്പിക്കുക. എന്താണ് തടസ്സം ശ്രീ രാജു പി നായർ? എനിക്ക് ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്, എനിക്ക് കേട്ടോണ്ടിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നം ഒന്ന് പരിഹരിക്കേണ്ടതുണ്ട്. ശ്രീ രാജു പി നായരിലേക്ക് വരാം. ശ്രീ BN ഹസ്കർ, ഇപ്പോൾ ഇടത് നിരീക്ഷകനായി, ഇടതിന്റെ നാവായി താങ്കളാണ് ഇവിടെ ഉള്ളത്. CPMന്റെ നിലപാട് താങ്കൾക്ക് പറയാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, താങ്കൾ എത്രത്തോളം പറയൂ. ഏതായാലും ഈ സമരം ഈ കേരളം കണ്ട വലിയ രാഷ്ട്രീയ സമരമായിരുന്നല്ലോ സെക്രട്ടേറിയറ്റ് വളയൽ. ആ തലയ്ക്ക് ദേശീയ തലത്തിൽ പോലും അത് ചർച്ചയായിരുന്നു. ആ സമരത്തിന് മലബാറിൽ നിന്നൊക്കെ പ്രവർത്തകരെ, ബ്രാഞ്ചിൽ നിന്നടക്കം യാത്രയപ്പോടുകൂടിയാണ് പ്രവർത്തകരെ വിട്ടിരുന്നത്. അന്ന് ആ സമരത്തിൽ ആവേശത്തോടെ എത്തിയ അണികളെയൊക്കെ സ്തബ്ധരാക്കിക്കൊണ്ട് പെട്ടെന്ന് അങ്ങ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് തീരുമാനം വരികയാണ്. അത് അന്നുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണെന്ന് കരുതാനാകുമോ? അതിന് ജോൺ മുണ്ടക്കയം എന്ന മാധ്യമ പ്രവർത്തകനെ വിളിച്ച് ജോൺ ബ്രിട്ടാസ് ആദ്യം സംസാരിക്കുന്നു. അതിനുശേഷം അത് മുഖ്യമന്ത്രിയിലേക്ക് സന്ദേശം എത്തുന്നു. പാർട്ടിയുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്ന് പറയുന്നു. ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ സമരം നിർത്തുമ്പോൾ ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? സ്മൃതി, 2013 കേരളത്തെ ആകമാനം പിടിച്ചുലച്ച, കേരള രാഷ്ട്രീയത്തിന്റെ ആത്മീയ നിശ്ചലതയെ പിടിച്ചുലച്ച ഒരു വലിയ രാഷ്ട്രീയ സമരമായിരുന്നു സോളാർ സമരം. സ്വാഭാവികമായി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ച 2 മുദ്രാവാക്യങ്ങൾ, ഒന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക സോളാർ കേസുകളുമായി ബന്ധപ്പെട്ട്, 2 മുഖ്യമന്ത്രി രാജിവെക്കുക. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന സമരമായിരുന്നു. സെക്രട്ടേറിയറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായ വലിയൊരു സമരം. ആ സമരം നടത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രായോഗികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സമരത്തെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് ഏർപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കഴിയാതെ വന്നിട്ടാണ് ആ സമരം നടത്തുന്നത്. വലിയ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു സമരമായിരുന്നു അന്ന് ഇടതു ജനാധിപത്യ മുന്നണിയിൽ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ സമരം അവസാനിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഭരണസ്ഥിരാകേന്ദ്രം നിശ്ചലമാകുന്ന ഒരവസ്ഥയിൽ ആ സമരം നിശ്ചയിക്കുന്നത്, ആ സമരം തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നാൽ അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗവൺമെൻറ്റിനുള്ളതുകൊണ്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസാരിക്കുന്നതിന്, നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്നതിന് അനൌദ്യോഗികമായി ചർച്ചകൾ പറയുന്നത് സമരത്തിന്റെ പ്രായോഗികത ഇത്രയധികം 100,000-ഓളം എന്നാണല്ലോ പറഞ്ഞത്. അത്രത്തോളം പ്രവർത്തകരെ എവിടെ താമസിപ്പിക്കും, അവരുടെ ഭക്ഷണം, അവരുടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സംവിധാനം, ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാകുമ്പോൾ തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ച് പരിഹരിച്ചോ? അതെങ്ങനെയാ ശരിയാവുക? അങ്ങനെയല്ല. 3 ദിവസമായി സെക്രട്ടേറിയറ്റ് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് മുഴുവൻ അവധി കൊടുക്കേണ്ടി വന്നു. ഭരണം തന്നെ സ്തംഭിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു.
അതാണ് കേരള രാഷ്ട്രീയത്തിൽ ആ സമരത്തിന്റെ ഒരു വ്യത്യസ്തത എന്ന് സമരത്തെ പറയുന്നത് നേരിടില്ല വ്യതിരിക്തമായിട്ടുള്ള ഒരു സർക്കാർ എന്ന് സമരമാണ്. വിചാരിച്ചോ? അങ്ങനെ സമരത്തെ നിശ്ചലമാകുന്ന സർക്കാർ നേരിടാനുള്ള സർക്കാരിന്റെ തന്ത്രമായിരുന്നു അത്. സമരത്തെ സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി കൊടുക്കുന്നു, പിന്നീട് വരുന്നത് ഒരു പൊതു അവധിയായിരുന്നു. അങ്ങനെ 3 ദിവസം എന്നുള്ളത് അവധിയാകുന്നു. അല്ല, ഭരണസിരാകേന്ദ്രം തന്നെ നിശ്ചലമാകുന്നില്ല. നമ്മൾ കേരളത്തിൽ കേട്ടുകേൾവി പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഭരണസിരാകേന്ദ്രം അങ്ങനെ അവധി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടാൽ എന്തു വന്നാൽ രക്തരൂക്ഷിതമായിട്ട് ആ സമരം തീരും എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അത് സമരം ഒത്തുതീർപ്പാക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെടുന്നു. പാർട്ടിയുമായി ആ ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുള്ള ആലോചനകളുടെ ഒടുവിൽ ആ സമരം അവസാനിക്കുന്നു. അപ്പോൾ ആ സമരം അവസാനിക്കുമ്പോൾ ആ സമരത്തിന്റെ എല്ലാ മുദ്രാവാക്യങ്ങളും നേടിയതിനു ശേഷം മാത്രമേ ആ സമരം അവസാനിക്കാൻ പറ്റൂ. ഏതെങ്കിലും സമരത്തിൽ നമുക്ക് വാശി പിടിക്കാനാവില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഉമ്മൻചാണ്ടി കയറി പോയിട്ടുണ്ട് തന്റെ ഓഫീസിലേക്ക്, ഓർക്കുന്നുണ്ടോ? അല്ല, അത് അത് കൃത്യമായിട്ട് ഓർക്കുന്നു. അതൊക്കെ പോവാലോ. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ വഴി നടക്കാൻ കഴിയാത്ത തരത്തിൽ കൺട്രോൾമെന്റ് ഗേറ്റിലൂടെ തന്നെയാണ് അദ്ദേഹം പോയത്. അതൊക്കെ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും. പോലീസിനെ കൊണ്ട് സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ വലിയ സമ്മർദ്ദം ഈ കാലഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള ആത്മകഥകൾ പരിശോധിച്ചാൽ ശ്രീ ഹേമേന്ദ്രൻ സാറിന്റെ അന്നത്തെ അഡീഷണൽ DGP ആയിരുന്നു, അദ്ദേഹത്തിന്റെ ആത്മകഥകളൊക്കെ പരിശോധിച്ചാൽ തന്നെ ആ സമരത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ച് C. ദിവാകരന്റെ ആത്മകഥയിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ആ സമരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ഗവൺമെന്റ് അത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു. ആ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗവൺമെന്റ് അപ്രായോഗികമായ തെറ്റായ ഒരു സമരമായിരുന്നു എന്ന തിരിച്ചറിവ് CPM നടത്തുകയാണോ? അതാണോ മനസ്സിലാക്കേണ്ടത്? കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരമാണെന്ന് പറയുക, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കെതിരായ സമരമാണെന്ന് പറയുക, ആ അഴിമതിക്കെതിരായ സമരത്തിൽ ഒത്തുതീർപ്പിലേക്ക് CPM പോകുന്നു, അല്ലെങ്കിൽ LDF പോകുന്നു. CPM എന്നല്ലല്ലോ, LDF ഒരുമിച്ച് പോകുന്നു. അപ്പോൾ അതിന് LDF ഒരുമിച്ച് പോകുന്നു എന്ന് പറയുമ്പോഴും ആ സമരത്തിന്റെ മുഖ്യ സംഘാടകനായി ഓടി നടന്നിരുന്ന C. ദിവാകരനെ പെട്ടെന്ന് AK സെന്ററിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതാ നമ്മൾ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിരാശയോടെയാണ് താൻ മടങ്ങിയത് എന്നാണ് C. ദിവാകരൻ പറഞ്ഞത്. ശ്രീ ഹസ്കർ, അപ്പോൾ C. ദിവാകരനെ ബോധ്യപ്പെടാത്ത അന്ന് സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർക്ക്, ഈ പ്രാഥമിക ആവശ്യത്തിന് നിറവേറ്റാൻ ബുദ്ധിമുട്ടുന്ന പ്രവർത്തകർക്ക് ബോധ്യപ്പെടാത്ത ആ പിൻവാങ്ങൽ എങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു? സ്മൃതി, ആ കാലഘട്ടത്തിലെ ആ സമരമാർഗത്തിന്റെ ആവശ്യകത അനിവാര്യമായിരുന്നു. ആ സമരമാർഗത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 2 മുദ്രാവാക്യങ്ങളായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, 2 മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പൊതുപരിപാടികളിൽ തടയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സമരം അവസാനിച്ചത്. അല്ലാതെ ആ സമരം ഇടതുമുന്നണി ഉന്നയിച്ച 2 മുദ്രാവാക്യങ്ങളിൽ ഒന്ന് നിറവേറ്റിക്കൊണ്ട് മാത്രമാണ്. അതിനു മുമ്പ് വരെ അദ്ദേഹം നേരത്തെ തന്നെ അത് സമ്മതിച്ചിരുന്ന കാര്യമാണ്. ജുഡീഷ്യൽ അന്വേഷണമാകാമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരിക്കാം. പിന്നീട് അതിന്റെ ഉത്തരവ് വരുമ്പോൾ തന്നെ എങ്ങനെയാണ് വരുന്നത്? നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും കമ്മീഷന്റെ പരിഗണനയിൽ വരും എന്ന രൂപത്തിലാണത് പറഞ്ഞത്. ടേംസ് ഓഫ് റെഫറൻസ് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയുമായി ഒരു ഔദ്യോഗിക ചർച്ച നടന്നതായിട്ടാണ് രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇടതുമുന്നണി നേതാക്കൾ ഉന്നയിച്ച പരമപ്രധാനമായിട്ടുള്ള ആവശ്യം ജുഡീഷ്യൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ടേംസ് ഓഫ് റെഫറൻസ് അതിനുശേഷം സമരം ഒത്തുതീർപ്പാക്കുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാമെന്നും ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഒന്നാമതായി പറഞ്ഞത് നിയമസഭയിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളാണ്. നിയമസഭയിൽ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും സോളാർ കമ്മീഷൻ അന്വേഷണം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടും നിയമസഭയിൽ വെക്കുകയുണ്ടായി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമരത്തെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ആ സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തെ നേടിയിട്ടുള്ള സ്ഥാനത്തെയും അങ്ങനെ വില കുറച്ച് കാണാനാവില്ല. ആ സമരം ഏതൊരു ഘട്ടത്തിലും ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം, അന്നത്തെ UDFന്റെ ആവശ്യപ്രകാരം, ശ്രീ ജോൺ മുണ്ടക്കയം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാകുന്നത് UDF നേതാക്കന്മാർക്കിടയിലും ആ തരത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്നതിന് ചർച്ചകൾ ഉണ്ടാകുന്നു എന്നൊരു വഴി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ UDFന്റെ ആവശ്യപ്രകാരം സമീപിക്കുന്നു, ഇങ്ങനെ പോയാൽ പറ്റുമോ, ഇത് അവസാനിപ്പിക്കണ്ടേ എന്ന് ബ്രിട്ടാസ് അങ്ങോട്ട് ചോദിക്കുകയാണ്.
അത് അത് മുകളിൽ നിന്നുള്ള ആലോചനയാണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് അങ്ങനെയെന്ന് അതെ എന്ന് പറയുന്നു. അതിനുശേഷം ജോൺ മുണ്ടക്കയും ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു. ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കണമെന്ന് പറയുന്നു. ഈ സംസാരമൊക്കെ നടന്ന ശേഷമാണ് എല്ലാത്തിലും തിരുവഞ്ചൂരുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അത് വി എസിന്റെ മനസ്സിൽ തോന്നിയതാണ്. LDF യോഗത്തിൽ വി എസിന്റെ മനസ്സിൽ തിരിഞ്ഞ അപ്രായോഗികമായ സമരം എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ CPM-ലെ പല നേതാക്കളും അതിനെ കാണുന്നുമുണ്ട്. അങ്ങനെയല്ല, ആ സമരം അങ്ങനെ അവസാനിക്കേണ്ടത് തന്നെയായിരുന്നു. ആ സമരം തുടർന്നു കൊണ്ടുപോകുന്നത് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമരമായിരുന്നു. ആ സമരമാർഗം ഒരു തരത്തിലും തെറ്റായിരുന്നില്ല. അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമര ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സമരമായി തന്നെ ലിഖിതപ്പെട്ടിരിക്കുന്ന ഒരു സമരമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോഴും ആ 11 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ സമരത്തെക്കുറിച്ച് ഓർക്കാനും ആ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. 2013 ജൂൺ പകുതി മുതൽ നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം, ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്നുള്ളതിന് ഒരു ഉറപ്പും നൽകിയിരുന്നില്ല. ഏത് അന്വേഷണം വേണമെങ്കിലും നടത്താം എന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയ്ക്ക് പുറത്തും അകത്തും പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അല്ല, ഇടതുമുന്നണി ആവശ്യപ്പെട്ടതിന് പ്രതിപക്ഷം ആ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് വേണം അന്വേഷണം എന്നുള്ളതാണ്. അങ്ങനെ സിറ്റിംഗ് ജഡ്ജി എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അത് മാറിയത്. അതെ, സിറ്റിംഗ് ജഡ്ജിയുടെ അഭാവം, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ തള്ളിക്കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ഒരു റിട്ടയർഡ് ജഡ്ജിയെ ജസ്റ്റിസ് ശിവരാജനെ സോളാർ കമ്മീഷനായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ കള്ളക്കളി നടത്തിയെന്നോ അത് UDF-മായി ഒത്തുതീർപ്പ് നടത്തിയെന്നോ എന്ന അർത്ഥത്തിൽ നമുക്ക് ഇതിനെ കാണേണ്ടി വരുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ വികലമാക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. ശ്രീകുമാർ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നേതാവ്, മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. അന്നത്തെ സംഭവവികാസങ്ങൾ, അന്നത്തെ സമരം, നേതാക്കളുടെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് അങ്ങ് സമരം അവസാനിപ്പിക്കുമ്പോൾ തോമസ് ഐസക് ആ സമരവേദിയിലുണ്ടായ തോമസ് ഐസക്കും ഞെട്ടുകയായിരുന്നു. അവസാനിപ്പിച്ചു എന്നുള്ളത് മാധ്യമപ്രവർത്തകർ പറയുമ്പോഴാണ് അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നത്. ഇതൊക്കെ അന്നത്തെ നമ്മുടെ കാഴ്ചകളാണ്. ഇതിൽ ഒരു ഒത്തുതീർപ്പിന്റെ തീരുമാനം ആദ്യമായി അങ്ങോട്ട് പറയുന്നത് ഇടതുപക്ഷത്തു നിന്നാണ്, CPM നേതാവിൽ നിന്നാണ് എന്ന് ജോൺ മുണ്ടക്കയം ഇപ്പോൾ പറയുന്നു. അങ്ങനെയല്ല, തിരിച്ചാണ് എന്ന് CPM പറയുന്നു. ബ്രിട്ടാസും ആ രൂപത്തിലാണ് പ്രതികരിച്ചത്. എങ്ങനെ വന്നാലും ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടല്ലോ. ആ ഒത്തുതീർപ്പിന് ചില വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുമല്ലോ. അതെന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. നോക്കൂ ശ്രീമതി സ്മൃതി, സമരം ചെയ്താൽ അത് സന്ധി ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സമരം ചെയ്യുമ്പോൾ സന്ധി ചെയ്യണം. പക്ഷേ പ്രഖ്യാപിച്ച സമരം പൂർണ്ണമാകുന്നതിന് മുമ്പേ സന്ധി ചെയ്യാൻ ഒരു അമിതാവേശമോ താല്പര്യമോ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമരം പാളിപ്പോയി, കൈവിട്ടുപോയി എന്നുള്ളതാണ്. ഇവിടെ സർക്കാരും പ്രതിപക്ഷവും തമ്മിലൊരു തർക്കം വരുമ്പോൾ അത് പരിഹരിക്കപ്പെടണം എന്ന് ആഗ്രഹം ആ സമരം ചെയ്യുന്ന കക്ഷിക്കുണ്ടെങ്കിൽ, അതുപോലെ പരിഹരിക്കപ്പെടണം എന്ന താല്പര്യം സർക്കാരിനുണ്ടെങ്കിൽ അതിലൊക്കെ ഇടനിലക്കാർ വരും, പരിചയമുള്ളവരൊക്കെ ഇടപെടുത്തും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മാത്രമല്ല, പല പത്രപ്രവർത്തകരെയും അവർക്ക് നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവരെയൊക്കെ ഇടപെടുത്തും. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഈ സോളാർ സമരത്തിൻ്റെ ഒത്തുതീർപ്പിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ. അത് ശ്രീ ചെറിയ ഫിലിപ്പാണ്. ശ്രീ ചെറിയ ഫിലിപ്പ് പിണറായി വിജയനോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം കണക്കാക്കി ശ്രീ പിണറായി വിജയനാണ് ചെറിയ ഫിലിപ്പിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നതെന്ന് അക്കാലത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും സംസാരം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയിൽ ചെറിയ ഫിലിപ്പിനുള്ള ആ ഒരു സ്വാധീനവും മാർക്സിസ്റ്റ് നേതൃത്വം കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ഫിലിപ്പാണ് സത്യത്തിൽ ഇതിൻ്റെ ഇടനിലക്കാരൻ. പിന്നെ ഓരോ സമയത്തും ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടാകാതെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആ സമരം തീർക്കുന്നതിൻ്റെ മുഖ്യ കാരണക്കാരനായ ചെറിയ ഫിലിപ്പ് ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഇത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആത്മപ്രശംസ വേണ്ട എന്ന് അദ്ദേഹം കരുതി കാണും. അതായിരിക്കാം. ചെറിയ ഫിലിപ്പ് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അദ്ദേഹത്തെ വിളിച്ചത്, ചെറിയ ഫിലിപ്പിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ അത് യാദൃച്ഛികമാണ്. ആ ഫോൺ അദ്ദേഹം ജോൺ ബ്രിട്ടാസിന് കൊടുത്തു, അവർ സംസാരിക്കുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ്. പക്ഷേ ആ ചർച്ച അവിടെ കഴിഞ്ഞ് സമരം അവസാനിച്ച ശേഷം
LDF-ൽ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് RSP അക്കാലത്ത് വിട്ടുപോയി UDF-ലേക്ക് വന്നു. 2015 നടന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ശബരിനാഥൻ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇതൊക്കെ നമ്മൾ കാണണം. പിന്നെ 2014 തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് കേൾക്കാൻ ഉമ്മൻചാണ്ടി ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഒരു ദുഃഖം. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ സമരം ചെയ്യുമ്പോൾ അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞു സോളാർ കേസുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധമില്ലെന്ന രീതിയിൽ എല്ലാ ചർച്ചകളും വന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ അത് പെടുത്തിയിട്ടേ അടങ്ങൂ എന്ന വാശിയാണ് CPM-ൻ്റെ ദുർഗതി കാരണം. സ്മൃതി ആലോചിച്ച് നോക്കിക്കോളൂ, വടകര തിരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം CPM എങ്ങനെയാണോ വളഞ്ഞത്, തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എങ്ങനെയാണോ വളഞ്ഞത്, ആ ചോദ്യത്തിന് ഉത്തരം പറയും പോലെ നാളെയോ മറ്റന്നാളോ CPM-ൻ്റെ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറിയും അന്നത്തെ പ്രതിപക്ഷ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഈ സമരം എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ഇത് ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. സമരം അവസാനിപ്പിച്ചതിൻ്റെ കാരണം ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഞാൻ ജോൺ മുണ്ടക്കയത്തിനെ ബന്ധപ്പെട്ടില്ല, പിന്നീട് ബന്ധപ്പെട്ട ചെറിയ ഫിലിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ചെറിയ ഫിലിപ്പ് ഇന്ന് കോൺഗ്രസിലാണ്, നുണ പറയാൻ പറ്റില്ല. ചെറിയ ഫിലിപ്പിനുമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്ന് ജോൺ ബ്രിട്ടാസിന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ന് CPM-ൻ്റെ ചാനല് ജോൺ ബ്രിട്ടാസിൻ്റെ അഭിമുഖം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു ആവർത്തിച്ച്. ഭയമുണ്ടോ? കാരണം അല്ലെങ്കിൽ എന്തിനിങ്ങനെ ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്ന സ്മൃതി സൂചിപ്പിച്ചല്ലോ. ദിവാകരൻ പറഞ്ഞു ആ സമരം അവസാനിപ്പിച്ചതിൽ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു കമ്മീഷൻ എന്തൊക്കെയോ എഴുതി വെച്ചു ആ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ സത്യസന്ധത ഒന്നുകൂടെ തെളിയുകയാണ് ഉമ്മൻചാണ്ടിയുടെ. അതാണ് ഇതിൽ തെളിഞ്ഞു വരുന്ന വസ്തുതയായിട്ട് ഞാൻ കാണുന്നത്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശ്രീ ജോൺ മുണ്ടക്കയത്തിന് ഇതിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഇടപെട്ട് കാണും. കാരണം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ജോൺ ബ്രിട്ടാസ് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ജോൺ ബ്രിട്ടാസിന് വേണ്ടി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാനായിട്ട് CPM-ന് താല്പര്യമുണ്ടായിരുന്നു, ഭരണകക്ഷിക്കും താല്പര്യമുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരം നഗരം അപ്രതീക്ഷിതമായിട്ട് പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞപ്പോൾ പാർട്ടിയും ഭയന്നു, ഭരണകൂടവും ഭയന്നു. ശ്രീ ഉമ്മൻചാണ്ടി അവിടെ ഒരു തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. അതിവർ പറയുന്നില്ല. സെക്രട്ടേറിയറ്റ് 2 ദിവസം അടച്ചിട്ട് എന്തിനാണെന്നറിയാമോ? സമരത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ പുനർചിന്തനം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സെക്രട്ടേറിയറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ അവിടെ നടത്തുന്ന സമരത്തിന് പ്രസക്തി ഇല്ലാതാകുമ്പോൾ ഈ നാട്ടുകാരെ പിരിച്ചുവിടാൻ മറ്റു വഴികളില്ലാതാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഞാനിതിൽ തെറ്റു പറയില്ല. ഒരു സമരം നടത്തിയാൽ സന്ധി ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ഈ പ്രശ്നം ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ട് ആർക്ക് ഗുണം? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോൺ മുണ്ടക്കയ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഗുണം കിട്ടിയേനെയും, അല്ലെങ്കിൽ BJPക്ക് പ്രസംഗിക്കാനെങ്കിലും ഒരു അവസരം കിട്ടിയേനെ. ഇപ്പോൾ ആർക്കും ഗുണമില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെളിപ്പെടുത്തലും വിവാദങ്ങളും രാഷ്ട്രീയമായി ആർക്കും ഗുണം ചെയ്യില്ല. ആകപ്പാടെ ഉള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ഒരു വിശ്വാസം അവരുടെ നേതാവ് കൂടുതൽ ശുദ്ധനായി വരുന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി എത്രമാത്രം ഇവരെ അപഹസിച്ചു. ഇല്ല, ഈ ഒത്തുതീർപ്പിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനുള്ള ഒത്തുതീർപ്പാണോ എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട്. അപ്പോൾ വിഡ്ഢികളായത് ജനങ്ങളാണോ എന്നുള്ള സംശയമാണ് അവിടെ വരുന്നത്. ശ്രീ A. സജീവൻ, എന്തിനായിരുന്നു ഒത്തുതീർപ്പ് എന്ന ചോദ്യം അന്നത്തെ മാധ്യമപ്രവർത്തകരായ അന്നത്തെ കാര്യങ്ങൾ നോക്കിക്കണ്ടിട്ടുള്ള ആളെന്ന നിലയ്ക്ക് താങ്കൾക്കും തോന്നുന്നില്ലേ എന്തോ ഒരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു? TP കേസുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ മുല്ലപ്പള്ളി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ വൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകാതെ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ അതിന്റെ അന്വേഷണം നിന്നുപോയി എന്ന്. ഏതായിരുന്നു ആ ഘട്ടം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും ചെയ്തില്ല. പിന്നീട് രമയും പലതവണയായി പറഞ്ഞിട്ടുണ്ട് P. മോഹന് മുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എന്തായിരുന്നു ആ ഒത്തുതീർപ്പ് എന്ന, ഈ സമരം ഒത്തുതീരുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ ഒന്നുകൂടി ഉയരുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ സമരം ഒത്തുതീർന്നിട്ടുള്ളത് സ്വാഭാവികമായ രീതിയിലല്ല. ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള സമരമാണെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെ സമരമാണെങ്കിലും സമരം നടന്നുകൊണ്ടിരിക്കെ അത് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഇരുവിഭാഗവും തമ്മിൽ ചർച്ച നടത്തും. ആ ചർച്ച പരസ്യമായി നടത്തിയിട്ട് അത് ഈ സമരം ചെയ്യുന്ന ആളുകളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് സമരം പിൻവലിക്കാൻ തയ്യാറാവുക. പൊതുജനത്തെയും ബോധ്യപ്പെടുത്തും. സർക്കാരിനെതിരെയുള്ള സമരമാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന്, ഇപ്പോൾ ദിവാകരൻ പറഞ്ഞതുപോലെ
വളരെ പെട്ടെന്നാണ് അദ്ദേഹം സമരത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിട്ടുള്ള ദിവാകരൻ ഉൾപ്പെടെ പെട്ടെന്നാണ് അറിയുന്നത് ഈ സമരം അവസാനിച്ചു എന്ന്. തോമസ് ഐസക് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടാണ് അറിയുന്നത് സമരം അവസാനിപ്പിച്ചു എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അവസാനിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. ഇത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഇവിടെ 4 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുള്ള ആളുകൾ. മുണ്ടക്കയമുണ്ട്, ബ്രിട്ടാസുണ്ട്, ചെറിയാൻ ഫിലിപ്പുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഇതിൽ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നതിനേക്കാൾ കുറേ കൂടി ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നതാണ് എനിക്ക് കുറേ കൂടി ബോധ്യപ്പെട്ടതായിട്ടുള്ള. അദ്ദേഹം പറയുന്നു ഈ സമരം അവസാനിപ്പിക്കാൻ 2 പക്ഷത്തിനും ഒരേപോലെ താല്പര്യം ഉണ്ടായിരുന്നു. അതാണ് വന്ന് നോക്കേണ്ടത്. ആ താല്പര്യം എന്തായിരുന്നു? സമരം അവസാനിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് സമരം നടക്കുമ്പോൾ സമരം അവസാനിക്കും. അതല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിൽ നിർബന്ധിതമായിട്ട് അവസാനിപ്പിക്കും. ഇതല്ല, സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയല്ല. അതിലാവശ്യം ഇപ്പോൾ ഇവിടെ ഹസ്കർ പറഞ്ഞല്ലോ, 2 ആവശ്യങ്ങളാണ്. ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണമാണ് ഒന്ന്. അത് അതേപടി നടന്നില്ല, സിറ്റിംഗ് ജഡ്ജി വന്നില്ല. അപ്പം എന്തായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറായി. രണ്ടാമത്തെ മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് തയ്യാറായാൽ ചർച്ചയൊന്നുമില്ലാതെ ആ സമരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വളരെ എളുപ്പം. പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യമായ ഇതിൽ ആരോപണ വിധേയനാണ് എന്നന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ആ ആവശ്യത്തിന് ഒരു പ്രതികരണവും ഉണ്ടാവാതെയാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ സമരം അവസാനിപ്പിക്കേണ്ട രീതിയിലൊന്നുമല്ല അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് വളരെ പെട്ടെന്ന് ദിവാകരൻ തന്നെ ഇതിനെ നയിച്ച ഇടതുമുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നിന്നതിനെ നയിച്ചിട്ടുള്ള ഒരാളാണല്ലോ ദിവാകരൻ. അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് പറയാനുള്ള ഒരു അവസാനിപ്പിക്കാനുള്ള കാരണമായിട്ട് ഇപ്പോഴും ഇടതുപക്ഷം പറയുന്നത് ഈ സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അവിടെ വരുന്ന സമര സഖാക്കൾക്ക് വേണ്ട പ്രാഥമിക കർമ്മങ്ങൾക്കുള്ള അവസരം പോലും ഇതിനുള്ള സൗകര്യമില്ലാത്ത ഒന്ന് അതുകൊണ്ട് അവസാനിപ്പിച്ചു. ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ. അങ്ങനെ ഒരുക്കാതെയാണെങ്കിൽ ആ സമരം നടത്തിയത് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതെയാണ്, സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സമരം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ സമരം അവസാനിപ്പിക്കുന്നതിൽ 2 പക്ഷവും ഇതിൽ നമുക്കറിയേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ താല്പര്യം അത് വളരെ ഇവിടെ രാജു പി നായരാണെങ്കിലും ഒക്കെ പറഞ്ഞ കാര്യം LDFന് കുഴപ്പമാണ്, LDFന് താല്പര്യമായിരുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതല്ല, ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ വിളിച്ചതെന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചാ പറയുന്നത്. ഈ 4 പേരും 3 രീതിയിലാണ് പറയുന്നത്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചു എന്നാണ് ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും പറഞ്ഞു ഒരേപോലെ. ജോൺ ബ്രിട്ടാസ് അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം ആണെന്ന് വയ്ക്കാം. പക്ഷേ ചെറിയാൻ ഫിലിപ്പ് അന്ന് LDFനോടൊപ്പവും ഇപ്പോൾ കോൺഗ്രസ്സുകാരനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം തിരുവഞ്ചൂർ പറഞ്ഞ് ശരിയല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ തിരുവഞ്ചൂറിന് എന്തോ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ ഇത് അവസാനിപ്പിക്കാൻ ജോൺ മുണ്ടക്കയം പറയുന്ന രീതിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ എന്ന് ഒന്നുകിൽ ജോൺ ബ്രിട്ടാസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം വെറുതെ കളവ് അറിയില്ല, ഒന്നും അറിയാതെ എന്നോട് വന്ന് പറഞ്ഞത് പറയില്ല. സ്വാഭാവികമായിട്ടും ഈ 2 കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിൽ നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാവുന്ന കാരണങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മറ്റു പല കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ശരി, ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട തർക്കങ്ങളിൽ അല്ലെങ്കിൽ 2 രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ 2 മുന്നണികൾക്കിടയിൽ ഉയരുന്ന വലിയ തർക്കങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് വലിയ റോളുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് മുതിർന്ന മാധ്യമപ്രവർത്തകരെ ഫോൺ വിളിച്ച് മധ്യസ്ഥനാകാൻ ആവശ്യപ്പെടുക, ആ രൂപത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെയൊരു രീതിയുണ്ടോ? സ്മൃതി, ഈ പ്രശ്നത്തിൽ ഇന്ന് ഉണ്ടായ ചർച്ചകളിലും ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ നിരീക്ഷണങ്ങളെക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു സംഗതിയുണ്ട്, മറ്റൊരു വസ്തുതയുണ്ട്. അതാരും കണ്ടിട്ടില്ല, പറയുന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റൊന്നുമല്ല,
അന്ന് ADGP ആയിരുന്നു, പിന്നെ DGP ആയി വിരമിച്ച ഹേമചന്ദ്രൻ എഴുതിയ സർവീസ് സ്റ്റോറിയാണ് നീതി എവിടെ എന്ന പുസ്തകത്തിൻ്റെ 42-ാം അധ്യായം. അതിൽ ഈ സോളാർ സമരം തീർന്നതിൻ്റെ സുവ്യക്തമായ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അത് ഏറ്റവും ഭംഗിയായി തന്നെ അദ്ദേഹം അത് വരച്ച് കാണിക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറിക്ക് താല്പര്യമുണ്ടായിരുന്നു, മന്ത്രിമാർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്ത്? ഈ സമരം തീർക്കുന്നതിനെ സംബന്ധിച്ച് അതെങ്ങനെ വേണം എന്നുള്ള ആലോചനകൾ തകൃതിയായി നടക്കുകയാണ് ആ 2-3 ദിവസങ്ങളിൽ ഭരണസിരാ കേന്ദ്രത്തിലും പുറത്തുമായി. അതിന് ഒരുപാട് പേരെ താങ്കൾ ചോദിച്ചതുപോലെ മാധ്യമപ്രവർത്തകരുടെ റോള് ഉപയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ PT ചാക്കോയാണ്. ഞങ്ങളൊരു ജോലി ചെയ്തത് DBAയിൽ. PT ചാക്കോ ഒരുപാട് പേരെ ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ ഈ പ്രശ്നം എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ള ആരായുകയാണ്, അല്ലാതെ ഒരാളിനെ നിയോഗിക്കുകയല്ല. പലതരത്തിലുള്ള ആരായലുകളാണ് നടക്കുന്നത്. അത് നടക്കുന്നുണ്ട് അവിടെ, അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പല തലത്തിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ബ്രിട്ടാസും പിന്നെ ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പക്ഷേ തെളിഞ്ഞു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയാമോ? ജോൺ മുണ്ടക്കയത്തിന് ഇതിൽ റോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എന്തിനാണിപ്പോൾ ഈ പ്രശ്നം കൊണ്ട് വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന് പുസ്തകം ഇറങ്ങിയാൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെടും. ഈ വിവാദം കൂടെ ആയതോടുകൂടി ഏതാണ്ട് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മനോരമയുടെ ബ്യൂറോ ചീഫായിട്ട് ദീർഘകാലം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച ജോൺ എന്തുകൊണ്ടാണ് തൻ്റെ പത്രത്തിൽ മലയാള മനോരമയിൽ ഒരു സ്കൂപ്പായി ഈ സാധനം അടിക്കാതിരുന്നത് ഇത്ര കാലവും? അതെങ്ങനെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വസിക്കാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു സഹായം തേടുമ്പോൾ അതങ്ങ് സ്കൂപ്പാക്കാമെന്ന് ആലോചിക്കുമോ? ഇത് ബ്രിട്ടാസ് പറഞ്ഞ വാദമാണല്ലോ. ബ്രിട്ടാസ് അന്ന് രാഷ്ട്രീയ നേതാവല്ല, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇടപെടുന്നതെങ്കിൽ അദ്ദേഹം അത് ഇങ്ങനെ പുറത്തു വിളിച്ചു പറയുമോ? അദ്ദേഹം പറഞ്ഞു അദ്ദേഹം CPM നേതാവ് എന്ന നിലയ്ക്കാണ് ഇടപെട്ടതാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അല്ല, സംഭവം കഴിഞ്ഞതിന് ശേഷം 2013 ഈ സംഭവം കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ ഈ പിന്നെ രാജിവെച്ചതിന്റെ കാര്യമൊക്കെ രാജു പി നായർ അടക്കം പറഞ്ഞു. നോക്കൂ, ചരിത്രം അന്നത്തെ രേഖകൾ എടുത്തു നോക്കൂ. 2013 ജൂലൈ 8 അസംബ്ലിയിൽ ഞാനുണ്ടെന്ന്, അസംബ്ലിയിൽ ഉണ്ട്. പിന്നെ അദ്ദേഹം അവിടെ പറയുകയാണ് ഞാൻ രാജിവെക്കാൻ പോവുകയാണെന്ന് തയ്യാറാണെന്ന് പറയുകയാണ്. അന്ന് കോൺഗ്രസ് CLP കൂടിയാണ് പറയുന്നത് പറ്റില്ല എന്ന് പറയുന്നത്. അതറിയുമോ രാജു പി നായർക്ക്? ഉമ്മൻചാണ്ടിയാണ് പറയുന്നത് ഞാൻ രാജിവെക്കാൻ പോവാണ് ഇതിന്റെ പേരിൽ നിന്ന്. വലിയ പ്രശ്നങ്ങൾ CLPയിൽ ഉണ്ടാവുന്നുണ്ട്, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ അത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പിന്നീടും പറയുന്നുണ്ട്. അപ്പൊ പലതരത്തിൽ ഈ പ്രശ്നം ഒതുക്കാനായിട്ടുള്ള ചർച്ചകൾ അദ്ദേഹം മാത്രമല്ല പലരും. താങ്കൾ ഇപ്പോൾ ഹേമചന്ദ്രന്റെ പുസ്തകത്തെ ഉദ്ധരിച്ചതുകൊണ്ട് ഹേമചന്ദ്രന്റെ പുസ്തകത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരായ ലൈംഗികാരോപണം, അതിന്മേൽ അന്വേഷണം, തെളിവില്ല എന്ന് പറഞ്ഞിട്ടും പോലീസിനെ അതിന്മേൽ നിർബന്ധിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണം. അതെ, അല്ല, കഴിഞ്ഞ വർഷം ജൂണിൽ ഇതായിരുന്നല്ലോ ഏതാണ്ട് 10 ദിവസത്തോളം നിരന്തരം ചർച്ച ചെയ്തിരുന്നത്. ഹേമചന്ദ്രന്റെ നീതി എവിടെന്ന പുസ്തകത്തിലെ താങ്കൾ പറഞ്ഞ പിന്നെ വാക്കുകളും വാചകങ്ങളും പാരഗ്രാഫുകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം. അതിനുശേഷം ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നു. അപ്പോഴാണ് ഈ പുതിയ ചർച്ച ജോൺ മുണ്ടക്കയം തുറന്നു വിടുന്നത്. അത് പിന്നെ അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. DC ഇറക്കിയ പുസ്തകത്തിൽ അത് അതിൻ്റെ സെല്ലിംഗ് പോയിന്റ് ആയിരിക്കാം അവർ പുറത്തുവിട്ടത്, മാധ്യമങ്ങളും ചർച്ച ചെയ്തത്. ഇന്ന് ജോൺ മുണ്ടക്കയം പുറത്തിറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ സെല്ലിംഗ് പോയിന്റ് ആയിരിക്കാം ഇതുപോലുള്ള വിവാദങ്ങൾ ഇന്ന് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇവർ പലരും നിരീക്ഷിച്ചതുപോലെയും അതിൻ്റെ ചെറിയാൻ ഫിലിപ്പ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് 2 കക്ഷികൾക്കും, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ തന്നെ ഈ പ്രശ്നം തീർക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നുവെന്നും അതിന്റെ ഭാഗമായി പിന്നെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുമായിരുന്നുവെന്നുമാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത്. അതൊരു ഡീലായിരുന്നില്ല എന്നും, എന്തുകൊണ്ട് ഡീലല്ല എന്നുള്ളതിന്റെ കാരണമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഹേമേന്ദ്രന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ. അപ്പൊ അതുണ്ട്. അത് ഇപ്പൊ വിവാദമാകുന്നത് ജോൺ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന്റെ മാത്രം പിന്നെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു വാരികയിൽ എഴുതുമ്പോഴാണല്ലോ ഈ പ്രശ്നം വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. ആയിക്കോട്ടെ, ചർച്ച ചെയ്തോട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും ഈ സോളാർ കേസ് അതിന്റെ ഒരു മെറിറ്റിൽ പിന്നെ അല്ല ഒത്തുതീർന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ മെറിറ്റിലല്ല ഒത്തുതീർന്നത്. മെറിറ്റ് ആരാണ് നിശ്ചയിക്കുന്നത്? ആരുമല്ല. പിന്നീട് കമ്മീഷനിലേക്ക് പോയി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിനകത്ത് കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു CPM താല്പര്യം, അല്ലെങ്കിൽ LDF താല്പര്യം. അത് കൊണ്ടുവന്നപ്പോഴാണ് അവരത് സമ്മതിച്ചതെന്ന് പറയുന്നു.
അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ശിവരാജൻ കമ്മീഷൻ ഒരുപാട് വാദങ്ങൾ വലിച്ചുവാരി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹൈക്കോടതി പോലും അംഗീകരിച്ചിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞ അതൊക്കെ അങ്ങ് മാറ്റിയേക്കണം അതിൻ്റെ അകത്തുനിന്ന്, ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നാണ് ഹൈക്കോടതി പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ കമ്മീഷന്റെ അന്നത്തെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും പിന്നീട് പുറത്തു വന്നതാണല്ലോ. ഈ ആരോപണം ഉന്നയിച്ച ഇര എന്ന് പറയുന്ന വ്യക്തി, അത് ലൈംഗികാരോപണ കേസ്, ഓരോ ദിവസവും വന്ന് മൊഴി നൽകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നു. അവർ ധരിക്കുന്ന സാരിയെക്കുറിച്ച് പറയുക, അത് കാണാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ എന്ന് പറയുക. അപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം വളരെ വ്യക്തമായിരുന്നു. അതിനൊക്കെ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും അറിയാം. ഇവിടെ പോലീസ് അന്വേഷിച്ച ഒരു തെളിവ് കിട്ടാതായപ്പോൾ CBIയിലേക്ക് അന്വേഷണം പോകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇരയാണ് എന്നൊരു പ്രത്യേക ഘട്ടത്തിൽ, ആ ഘട്ടം ഏതാണെന്ന് നമുക്കറിയാം. വേങ്ങര തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CBI അന്വേഷിച്ചിട്ട് എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രം. അല്ല സ്മൃതി, ഒരു കാര്യം കൂടെ ഈ ഹേമേന്ദ്രൻ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയ ശരിയും നിയമത്തിന്റെ ശരിയും കൂടെ ഒരു മുഖാമുഖം നിൽക്കുമ്പോൾ ഏത് ഓപ്റ്റ് ചെയ്യണം എന്ന് ഒരു തീരുമാനം വേണ്ടി വരുമ്പോൾ നിയമത്തിന്റെ ശരിയിലേക്ക് പോലീസുകാർക്ക് പോകാൻ പറ്റൂ. പോലീസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ തരത്തിലുള്ള ഉപദേശമാണ് CM-ന് കൊടുത്തത്. ചീഫ് സെക്രട്ടറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിന്റെ ശരിയും രാഷ്ട്രീയത്തിന്റെ ശരിയും രണ്ടും ഇവിടെ അപ്ലൈ ചെയ്ത് പോന്നിട്ടുണ്ട്. രണ്ട് കക്ഷികളല്ല, രണ്ട് പക്ഷങ്ങളും, UDF പക്ഷവും ഭരണപക്ഷവും CPM-ന്റെ LDF പക്ഷം പ്രതിപക്ഷം, രണ്ട് പക്ഷത്തും അവര് നോക്കുമ്പോൾ രാഷ്ട്രീയ ശരിയാണ് പ്രതിപക്ഷത്തിൻ്റെത്. ഭരണപക്ഷം നോക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ ശരി മാത്രം അംഗീകരിച്ചാൽ പോരാ, നിയമത്തിന്റെ ശരിയിലേക്കും വരണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ രാജു പി നായർ, എന്തുകൊണ്ടാണ് തിരുവഞ്ചൂരിനപ്പുറം ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊന്നും പ്രതികരിക്കാത്തത്? തിരുവഞ്ചൂർ തന്നെ പരിഹരിക്കട്ടെ എന്നാണോ? ഇല്ല സ്മൃതി, ഒന്നാമത് ഈ 5 പേരൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് മതിയായ സമയം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായാലും അത് ഇതല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു മതിയായ സമയം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഏതെങ്കിലും ഒരു സമരം ചെയ്യുന്ന 2 കൂട്ടരും തമ്മിലൊരു ചർച്ച നടത്തിയിട്ട് അതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു സമരത്തിൽ നടപ്പാക്കി എടുക്കണം എന്നുള്ളതും പ്രായോഗികമല്ല, അത് നടക്കാറുമില്ല. പക്ഷേ ഈ സമരത്തിൻ്റെ ഇപ്പോഴത്തെ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം, ഈ വിഷയം ആദ്യം മുതൽ CPM എടുത്ത കളിയെ സംബന്ധിച്ചാണ്. നോക്കൂ, ആ സമരം വിഡ്രോ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ പറയുന്നത് അന്നിറങ്ങിയ ട്രോളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ നിർത്തിയതിനെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുന്നു. നമ്മുടെ ഹസ്കർ പറയുന്നത് CPM-ന്റെ നിലപാട് തന്നെയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പൊ ആ രീതിയിലേക്ക് പോരുന്നു. CPM പോലൊരു പാർട്ടി ഇത്രയും പേര് ഇവർ പ്രഖ്യാപിച്ചതിന്റെ പകുതി ആൾക്കാരെ കൊണ്ട് അവിടെ എത്തിയുള്ളൂ. അത്രയും പേർക്ക് പ്രാഥമിക സൗകര്യത്തിലുള്ള അറേഞ്ച്മെന്റ് പോലും ഉണ്ടാക്കാതെയാണ് ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞാൽ, ശ്രീ ഹസ്കർ, അങ്ങയുടെ വിശ്വാസത കൂടി കളയരുത്, അല്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസതയും കളയരുത്. ഒരു കാര്യം വിചാരിച്ചാൽ നടപ്പാക്കിയെടുക്കാൻ കഴിവുള്ള പാർട്ടി എന്നാണല്ലോ പലപ്പോഴും വന്ന് പറയുന്നത്. അപ്പൊ പ്രാഥമിക ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ ഒരു സമരം ഓർഗനൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം പുച്ഛിക്കുന്നതിന് തുല്യമായിട്ട് മാറും. പോട്ടെ, ഇനി രണ്ടാമത്തെ കാര്യം, ആ സമരം തീരുന്നു, അവിടെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിച്ചോ? ശ്രീ A. സജീവൻ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു സമരം ഒത്തുതീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചർച്ച നടക്കണം. ആ ചർച്ച നടന്ന് അവിടെ വെച്ച് ഗവൺമെന്റിന്റെ നിലപാട് പറയണം, പ്രതിപക്ഷത്തിന് അംഗീകരിക്കണ്ടോ ഇല്ലയോ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് സമരത്തിന് പന്തലിൽ വന്ന് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ, സമരം അവസാനിക്കുന്നോ തുടരുന്നോ എന്ന് പറയണം. ഇതെന്തെങ്കിലും സംഭവിച്ചോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയത്. ഈ സമരത്തെ, ഈ സോളാർ വിഷയം തന്നെ ഉണ്ടാക്കിയത് CPM-ന്റെ ബന്ധങ്ങളാണ്. ഇന്നത്തെ ആ ലേഖനത്തിൽ അതിന്റെ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ആ ബന്ധത്തിലാണ് ഉണ്ടായത്. ഈ പറയുന്ന പരാതിക്കാരിയെ പോലും CPM പണം കൊടുത്ത് സ്വാധീനിച്ചു എന്നുള്ളത് വരെ എന്ന് ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഈ CPM-ലെ ഡീലുകൾക്കെല്ലാം പേര് കേട്ട ശ്രീ EP ജയരാജന്റെ പേര് അവിടെയും വന്നതാണ്. അതിനുശേഷം ഈ നിലപാടുകൾ എടുത്തതെല്ലാം ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും അഴിമതിയുടെ മറവിൽ നിർത്തി രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിലല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സമരത്തിന്റെ കാര്യത്തിലും ഹസ്കറൊക്കെ ഇവിടെ പറയുന്ന രാഷ്ട്രീയ നന്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ സമരത്തിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കെല്ലാം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതാണെന്ന് കേരളത്തിന്റെ CBIയുടെ കോടതിയിൽ CBI പറഞ്ഞ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിക്കൊണ്ട് നിങ്ങൾക്കിതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അതാണ് ഈ ചർച്ചയുടെ പ്രസക്തി. ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ, അദ്ദേഹം ഇവിടെ നേരത്തെ അദ്ദേഹം CPM-ന്റെ ഒരു അനുഭാവി പറയുണ്ടായിരുന്നു, മറ്റേ ഇത് എന്താ CLP-യിൽ
രാജിവെക്കാൻ വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കരുത്ത് കൊണ്ടാണെന്നേ. പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല, ഇത് കള്ളക്കഥയാണ് എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനെ നിങ്ങൾ CPM അനുകൂലമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുക? അപ്പൊ ഉമ്മൻചാണ്ടി എന്നും എടുത്ത നിലപാട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആ സമരം അവസാനിപ്പിക്കുമ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചിരുന്നില്ല, കള്ളമാണ് പറയുന്നത്. ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചിരുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ആ സമരം അവസാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇത് സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ലഭ്യമാവുമോ എന്ന് അന്വേഷിക്കാം, അതിനുശേഷം ടേംസ് ഓഫ് റെഫറൻസ് ഇടതു മുന്നണിയോട് കൂടി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു തീരുമാനവുമില്ലാണ്ട് ആ സമരം പിൻവലിക്കേണ്ടി വന്നു. ആ സമരം പിൻവലിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, സത്യം ഇവരുടെ ഭാഗത്തല്ല. ഈ പറയുന്ന മുഴുവൻ ഗൂഢാലോചനയും അതിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഈ രാജ്യത്തെ വന്ധ്യവയോധികനായ ഒരു നേതാവിനെ കരിവാരി തേച്ച് ലൈംഗികാരോപണത്തിൽ വരെ കുടുക്കിയ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് പിൻ, ആ കിങ് പിന്റെ മടിയിലിരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ ആ CBIയുടെ ഫൈൻഡിങ്ങിനെ കുറിച്ച് മുന്നോട്ട് പോയി അത് തെളിയിക്കുന്നവരെങ്കിലും ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തണ്ടേ? ഗണേഷ് കുമാർ അല്ലേ ഈ ലൈംഗിക ആരോപണത്തിന് വേണ്ടി സരിത എസ് നായരെ പ്രേരിപ്പിച്ചത്? അവരല്ലേ ഗൂഢാലോചന നടത്തിയത്? അത് വളരെ വ്യക്തമായിട്ട് വന്നില്ലേ? അവരെ പോലും മടിയിരുത്തിക്കൊണ്ട് സോളാർ കേസ് എന്നുള്ളൊരു പുകമറയിൽ നിർത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാവിനെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ലൈംഗികാരോപണത്തിൽ കുടുക്കി അദ്ദേഹത്തിന് നീതി നിഷേധിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് പോലും കാരണക്കാരായ പാർട്ടിയാണ് CPM. അവർ കാണിച്ച നെറികേടാണ്. അതുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു സമരം ഒത്തുതീർക്കപ്പെടുന്നത് വലിയ രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ കാര്യം ഈ സോളാർ കേസ് CPM ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ്. അത് ഉമ്മൻചാണ്ടിയെ കരിവാരിത്തേക്കാൻ മറുപടി വേണം, 10 വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മറുപടി വേണം. അതിനു മുമ്പ് ശ്രീ ജോൺ മുണ്ടക്കയം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോൺ മുണ്ടക്കയം, സമയം വൈകിപ്പോയി, എന്നാൽ പോലും താങ്കളുമായിട്ട് ഒരു ചർച്ച അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ബ്രിട്ടാസ് ആവർത്തിച്ച് പറയുന്നത്. താങ്കളുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങൾ എന്നാണ് ബ്രിട്ടാസ് നൽകാനുള്ള മറുപടി? ബ്രിട്ടാസ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ഞാൻ അറിയുന്ന ബ്രിട്ടാസ്, എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ബ്രിട്ടാസിനെ അറിയാം. ഒരിക്കലും എനിക്കും ബ്രിട്ടാസിനും അറിയാം ഈ സംഭാഷണം നടന്നതെന്നുള്ള വിവരം. അത് എത്ര മറച്ചു വെച്ചാലും ഇല്ലാതാവുന്നില്ല. ഒരുപക്ഷെ അത് തെളിയിക്കാനുള്ള രേഖകൾ എൻ്റെ ഇല്ല. കാരണം ബ്രിട്ടാസിന്റെ സംഭാഷണമൊന്നും ടെലിഫോൺ സംഭാഷണം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ ഇത് സത്യമാണ്, ബ്രിട്ടാസ് ഞാൻ സംസാരിച്ചതാണ്. ആ സംസാരത്തെ തുടർന്നാണ് അന്ന് ആ സമരം തീർന്നത്. അതൊരു നിമിത്തമായതായിരിക്കാം ചിലപ്പോൾ, അല്ലാതെ ഇങ്ങനെ ഞാൻ വിളിച്ചത് കൊണ്ട് തീർന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ശ്രീ ജോൺ മുണ്ടക്കയം, എന്തുകൊണ്ടാണ് താങ്കളുമായിട്ടുള്ള ചർച്ച മാത്രം അദ്ദേഹം നിഷേധിക്കുന്നത്? ബാക്കിയെല്ലാം സമ്മതിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ടുള്ള ചർച്ചയും സമ്മതിക്കുന്നുണ്ട്. കാരണം അത് ബുദ്ധിപൂർവമായിട്ട് ബ്രിട്ടാസ് എടുത്തൊരു നിലപാടാണ്. കാരണം ബ്രിട്ടാസ് ഒരു പത്രപ്രവർത്തകനായ എന്നോട് സംസാരിച്ചു, അങ്ങനെ ഈ പ്രശ്നം തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ബ്രിട്ടാസ് മറുപടി പറയേണ്ടി വരും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. നേരെ മറിച്ച് ബ്രിട്ടാസ് ഇതിനകത്ത് ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ കോൺഗ്രസിലെ ചില ആളുകളുമായിട്ട്, പാർട്ടിക്കാരുമായിട്ടും അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ബ്രിട്ടാസ് സേഫാണ്. ഇത് മാത്രമേ ഉള്ളൂ. കാരണം അല്ലാതെ ബ്രിട്ടാസിന് സത്യത്തില് ഈ എന്നോട് സംസാരിച്ച കാര്യം നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരൊറ്റ പ്രശ്നമാണ് പുള്ളി ഇപ്പൊ ഒരു പാർട്ടിയുടെ ആളാണല്ലോ, അല്ലാതെ ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പാർട്ടിയോട് മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടിയുടെ മുന്നിൽ അദ്ദേഹം ഈ കാര്യത്തില് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം സേഫായിട്ട് എടുത്തൊരു നിലപാടായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ ആർജവം കാണിക്കേണ്ടതായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വളരെ ദുഃഖം തോന്നി. ശരി, താങ്കൾ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണല്ലോ ഇപ്പോൾ മലയാളം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നെന്നും അദ്ദേഹം എങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതും താങ്കൾ നേരത്തെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ താങ്കൾക്ക് ഉമ്മൻചാണ്ടിയുമായുള്ള അടുപ്പം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഈ തരത്തിൽ ചർച്ച നടന്നു എന്നതിനപ്പുറം അത് പ്രായോഗിക പ്രശ്നങ്ങൾ കൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്നാണോ ബ്രിട്ടാസിന്റെ വാക്കുകളിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാക്കാനായത്? താങ്കൾ നേരത്തെ ചർച്ചയിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ ബുദ്ധി. പിന്നീട് വരുന്ന പൊതു അവധിയാണ്. അപ്പോൾ അങ്ങനെ 3 ദിവസം വരുമ്പോൾ ആ സമരം ഒന്ന് കത്തിക്കാമെന്ന് ആലോചിക്കുമ്പോൾ അത് പറ്റാത്തൊരു സാഹചര്യം പ്രതിപക്ഷത്തെ സംബന്ധിച്ചുണ്ടാകുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഒത്തുതീർപ്പ് ഉപാധി ഉണ്ടായിരുന്നു?
എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? മറ്റെന്തെങ്കിലും ഒത്തുതീർപ്പ് വ്യവസ്ഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രഹസ്യ അജണ്ടയോ അതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് തെളിവുകളൊന്നുമില്ല. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം ഞാനൊട്ട് പറയത്തുമില്ല. പക്ഷേ ഈ സാഹചര്യവും ഈ സമ്മർദ്ദവും ഈ ആളുകളുടെ ഇതും അന്ന് ഈ സമരം ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അന്ന് ആ സമരം റിപ്പോർട്ട് ചെയ്തവർക്ക് അതറിയാം. അപ്പൊ അത് എല്ലാം കൂടെ ചേർന്ന് ഇത് തീർക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു എന്തെങ്കിലും ഒത്തുതീർപ്പ് വ്യവസ്ഥകളോ അജണ്ടയോ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് വിവരമൊന്നുമില്ല. ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണവും പിന്നീട് വന്നല്ലോ. ചെറിയാൻ ഫിലിപ്പിന്റെ റോള് എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? തിരുവഞ്ചൂരും സമ്മതിക്കുന്നു, ബ്രിട്ടാസും സമ്മതിക്കുന്നു. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾക്ക് അന്ന് അതിനെക്കുറിച്ച് അറിവുണ്ടോ? ഇല്ല, ചെറിയാൻ ഫിലിപ്പ് എന്ത് റോൾ എടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്തൊരു കാര്യം വ്യക്തമാണല്ലോ, ഈ ഒരു ചർച്ച നടന്നു. അതിനകത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു താല്പര്യം ഉണ്ടായി എന്ന്. അല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് വിളിച്ചല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിക്കാനൊരു കാരണം ഉണ്ടാവണമല്ലോ. ആ കാരണമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങള്. എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നു, ഞാൻ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ കുഞ്ഞാലിക്കുട്ടി വിളിക്കുന്നു. ഈ 3 കാര്യം നടന്നതാണ്. അതിന് ഈ ആരെല്ലാം നിഷേധിച്ചാൽ അത് സത്യമാണ്. അത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ ഈ തിരുവഞ്ചൂര് ബ്രിട്ടാസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെറിയാൻ ഫിലിപ്പ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ. അല്ലാതെ അതിനകത്ത് അല്ലാതെ ഉണ്ടായ ഒരു കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് സത്യം. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. താങ്കൾക്ക് ഇതിൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല അല്ലേ? സമരം ഒത്തുതീർപ്പാക്കിയതിൽ എനിക്ക് മുൻകൈ എടുത്ത ആളെന്ന നിലയ്ക്കൊന്നും അവകാശവാദമില്ല. ഞാൻ അതിനകത്ത് ഒരു പരിധി കവിഞ്ഞ് ഇടപെട്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ ഇടപെടുന്ന ആളുമല്ല. ഇതൊരു നിമിത്തമായി അന്ന് എന്നെ ബ്രിട്ടാസ് വിളിച്ചത് കൊണ്ട് ഞാൻ അതിനകത്ത് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചു. ഞാനിത് തിരിച്ച് ബ്രിട്ടാസിനോടും പറഞ്ഞു. ഇങ്ങനെ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചു, ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞു, എന്നോട് കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോളാനും പറഞ്ഞു. ഇതുകൂടെ ഞാൻ പറഞ്ഞ. ശരി, ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം, അതായത് ഈ വിവാദത്തിന് ശേഷം ഇന്നിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ബന്ധപ്പെട്ടോ താങ്കളെ? ഇല്ല, ഞാൻ ഒന്നാമത് അതിനുശേഷം അവിടെ തിരുവനന്തപുരത്തില്ല. ഞാൻ രാത്രി പോകുന്ന, അല്ല ഇന്നലെ രാത്രി പോകുന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് താങ്കളെ ബന്ധപ്പെടാൻ പറ്റുന്നത് പോലെ അവർക്കും പറ്റുമല്ലോ. പക്ഷെ എന്നെ ആരും വിളിച്ചില്ല, നേതാക്കന്മാരൊന്നും വിളിച്ചില്ല. കോൺഗ്രസിൽ നിന്നുമില്ല, CPM നിന്നുമില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ശരി, വളരെ ഞാൻ ചോദിക്കുന്ന ഇത് വിവാദം ഉണ്ടായല്ലോ. ബ്രിട്ടാസിന് എന്നെ വിളിച്ചു ചോദിക്കാമായിരുന്നല്ലോ, എന്താ ജോണെ ഇങ്ങനെ ഒരു നുണ എന്തിനാ എഴുതിയതെന്ന്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം ഇതിങ്ങനെ ആദ്യ ആളെ വിളിച്ച് ചോദിക്കത്തില്ലേ? താങ്കൾ എന്നാലും എന്നെ കുറിച്ച് ഞാൻ പറയാത്തൊരു കാര്യം എന്തിനാ എഴുതുന്നത്? ആദ്യം അങ്ങനെയല്ലേ ചെയ്യുക. ഞങ്ങൾ സംസാരിച്ചാണെന്നുള്ള വിവരം പകൽ പോലെയുള്ള ഒരു സത്യമാണ്. പക്ഷെ എന്തോ ബ്രിട്ടാസുമായി ഇപ്പോൾ പഴയ പോലെ അടുപ്പമില്ലേ? ഇപ്പോഴും എനിക്ക് ബ്രിട്ടാസുമായിട്ട് നല്ല സൗഹൃദമാണ്. ആ സൗഹൃദം നഷ്ടപ്പെടരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പേരിൽ. ശരി, വളരെ നന്ദി ശ്രീ ജോൺ മുണ്ടക്കയം പ്രതികരിച്ചതിന്. ശ്രീ BN ഹസ്കർ, താങ്കൾക്ക് മറുപടി നൽകാം രാജു P. നായർക്ക്. അല്ല, ഒരു മരണപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ ചർച്ചയിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. കാരണം ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ബഡ്ജറ്റിൽ നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ആ ചർച്ച അവസാനിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു CPM ഉയർത്തിക്കൊണ്ടുവന്നതാണ്. CPM ഉയർത്തിക്കൊണ്ടുവന്നതോ CPM-മായി ബന്ധമുള്ള തരത്തിലുള്ള ഒരു തരത്തിലല്ല. ഇത് ഒരു മാധ്യമം ഉയർത്തിക്കൊണ്ടുവരികയും തുടർന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ സമരം ഏറ്റുപിടിക്കുകയായിരുന്നു. ഈ സമരം ഒത്തുതീർപ്പാകുന്നതിൻ്റെ വസ്തുതകളിൽ ഏറ്റവും കൊറോബറേറ്റീവായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഹേമേന്ദ്രൻ സാറിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ഇരു കൂട്ടർക്കും ഈ സമരം അവസാനിപ്പിക്കണമെന്നുള്ളത് ആഗ്രഹമായിരുന്നു. കൈവിട്ടു പോകാവുന്ന നിമിഷങ്ങളിലേക്ക് സമരം പോകുന്നു, സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ സമരം രംഗത്തുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമരം തീരേണ്ടതിന്റെ ആവശ്യമില്ല. അതിലൊരു തരത്തിലുള്ള ഡീലുമില്ല. KB ഗണേഷ് കുമാർ ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ല, അദ്ദേഹത്തിനെതിരെ CBIയുടെ അന്വേഷണം ഒന്നും കഴിഞ്ഞിട്ടില്ല. CBIയുടെ അന്വേഷണ റിപ്പോർട്ടിലൊന്നും KB ഗണേഷ് കുമാറിന്റെ പരാമർശമൊന്നും ഉള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും ആ കേസ് ഞാൻ അതിലെ സംബന്ധിച്ച് പറയാൻ കഴിയാത്തത് അതിജീവിതയുടെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റുകളിൽ അതിപ്പോഴും പെൻഡിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. അല്ലല്ലല്ല,
അതൊരു സബ്ജുഡിസ്, രാജു പി നായർ, അതൊരു സബ്ജുഡിസ് ആയിട്ടുള്ള മാറ്ററാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെയും അതുപോലെ CBI കോടതിയുടെ മുന്നിലും ആ കേസിനെ സംബന്ധിച്ച് നിലവിലുണ്ട്. ആ കേസുകളെ സംബന്ധിച്ച് നിലവിലുണ്ട്. കോടതിയുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ടോ? കോടതിയിൽ ആ ഇപ്പോൾ അതിജീവിത പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിലവിലുണ്ട്. ആ നിലവിൽ നിൽക്കുന്ന കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ മുന്നിലും അതുപോലെ തന്നെ CBI കോടതിയുടെ മുന്നിലും നിലനിൽക്കുന്നതിനാൽ ആ സബ്ജുഡിസ് ആയിട്ടൊരു മാറ്ററാണ്. അത് നമ്മൾ കോടതിയിൽ നിൽക്കുന്ന വിഷയം നമുക്ക് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കാൻ പാടില്ല. നിങ്ങൾ എന്തിനു സംരക്ഷിക്കുന്നു? നിങ്ങൾ എന്തിനു മന്ത്രിയാക്കിയിരിക്കുന്നു? ശരി, നമുക്ക് ഈ കേസിന്റെ നാൾവഴികൾ അറിയാം. ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രത്യേക ഘട്ടങ്ങളിൽ വന്ന് വാർത്താസമ്മേളനം നടത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കും, അതിനുശേഷം നടന്ന അന്വേഷണം, ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു വലിയ രാഷ്ട്രീയ സമരം, അഴിമതിക്കെതിരായ രാഷ്ട്രീയ സമരം ഒത്തുതീർപ്പിലൂടെ എങ്ങനെ അത് അവസാനിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇനിയും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരാറുണ്ട്. നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. Debate with Smriti Parithikad.